ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു കൊച്ചു കഥയിലൂടെയാണ്. നമ്മുടെ കഥയുടെ ടൈറ്റിൽ നോക്കിക്കേ, ദ ലോസ്റ്റ് കൈറ്റ് എന്നാണ്. നഷ്ടപ്പെട്ട പട്ടം. ഒരു കൈറ്റിൻ്റെ, ഒരു പട്ടത്തിൻ്റെ കഥയാണ് നാം ഇന്ന് കേൾക്കുന്നത്. സോ നമുക്ക് വായിക്കാം. എ റെഡ് കൈറ്റ് ഫ്ലൂ ഹൈ ഇൻ ദി സ്കൈ. ദ വിൻഡ് വാസ് സ്ട്രോങ് ആൻഡ് കൂൾ. എ റെഡ് കൈറ്റ്, ഒരു ചുവന്ന പട്ടം, ഫ്ലൂ ഹൈ ഇൻ ദ സ്കൈ, എന്താണ്, ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നു. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു എന്നാണ്. ഫ്ലൈ നിങ്ങൾക്കറിയാമല്ലോ, ഫ്ലൈ എന്താണ്? ഫ്ലൈ പറക്കുക. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു എന്നാണ്. ഓക്കെ, എ റെഡ് കൈറ്റ് ഫ്ലൂ ഹൈ ഇൻ ദ സ്കൈ, ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക്. ഹൈ എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക്. എന്താണ്? പറന്നു. ഫ്ലൂ പറന്നു. എ റെഡ് കൈറ്റ്, ഒരു ചുവന്ന പട്ടം. ദ വിൻഡ് വാസ് സ്ട്രോങ് ആൻഡ് കൂൾ. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് നിങ്ങൾക്കറിയുമോ? വിൻഡ് എന്താണ്? വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്. കാറ്റ് എന്തായിരുന്നു? സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അതിശക്തിയുള്ളതായിരുന്നു. ആൻഡ് കൂൾ, തണുപ്പുള്ളതുമായിരുന്നു. ഓക്കെ, നമ്മുടെ പട്ടം ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോവാണ്. കാറ്റ് അതിശക്തിയായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? സഡൻലി, പെട്ടെന്ന്, ദ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ എ ട്രീ. എന്താണ്? നമ്മുടെ പട്ടം എന്താണ്? ഒരു മരത്തിൽ സ്റ്റക്കായി പോയി. ഇറ്റ് കുഡ് നോട്ട് മൂവ്, അതിന് അനങ്ങാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല എന്നാണ്. ആ സമയത്താണ് ഇതൊക്കെ ആര് കണ്ടിരുന്നത്? ഒരു കുഞ്ഞിക്കിളി കണ്ടിരുന്നത്. എ ലിറ്റിൽ ബേർഡ് സോ ദി കൈറ്റ്, ഒരു കുഞ്ഞിക്കിളി ഈ ഒരു പട്ടത്തെ കണ്ടു. സീ എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. സോ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എ ലിറ്റിൽ ബേർഡ് സോ ദി കൈറ്റ്, ഈ കുഞ്ഞിക്കിളി പട്ടത്തെ കണ്ടു. എന്നിട്ട് ഈ കിളി എന്താണ് ചെയ്തത്? ദ ബേർഡ് പുൾഡ് ദി സ്ട്രിങ് സ്ലോലി. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ പട്ടത്തിൻ്റെ കയറാണ്. ആ ഒരു നൂലുണ്ടാവില്ലേ, അതിനാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ദ ബേർഡ് പുൾഡ്, കിളി എന്താണ്? വലിച്ചു. പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക, പുൾഡ് എന്ന് പറഞ്ഞാൽ വലിച്ചു. ഈ ഒരു കുഞ്ഞിക്കിളി പട്ടത്തിൻ്റെ ഈ ഒരു സ്ട്രിങ് പതുക്കെ വലിച്ചു. പുൾഡ് എന്ന് പറഞ്ഞാൽ വലിച്ചു എന്നാണ്. ദ കൈറ്റ് കെയിം ഫ്രീ ഫ്രം ദ ട്രീ, അങ്ങനെ നമ്മുടെ പട്ടം എന്താണ്? ഈ ഒരു മരത്തിൽ നിന്നും സ്വതന്ത്രമായി. ദ കൈറ്റ് കെയിം, പട്ടം വന്നു എന്നാണ്. ഫ്രീ ആയിട്ട് വന്നു, സ്വതന്ത്രമായി വന്നു. എഗെയിൻ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്ലൂ സ്കൈ ഹാപ്പിലി, അങ്ങനെ വീണ്ടും, എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും, ഇറ്റ് ഡാൻസ്ഡ്, അതെന്താണ്? നൃത്തം ചെയ്തു. ഇൻ ദ ബ്ലൂ സ്കൈ, നീലാകാശത്തിൽ. ഹാപ്പിലി, സന്തോഷത്തോടെ. ഹാപ്പിലി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ. മരത്തിൽ പട്ടം കുടുങ്ങി കിടക്കുകയായിരുന്നു അല്ലേ? അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞിക്കിളി വന്ന് ഈ ഒരു പട്ടത്തെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഹെൽപ്പ് ചെയ്തപ്പോൾ എന്താണ്? പട്ടം മരത്തിൽ നിന്നും ഫ്രീ ആയി. അപ്പോൾ എന്താണ്? പട്ടത്തിന് സന്തോഷമായി. പട്ടം വീണ്ടും ആകാശത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദ കൈറ്റ് ആൻഡ് ദ ബേർഡ് ബിക്കെയിം ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈ ഒരു പട്ടവും ഈ ഒരു കിളിയും എന്താണ്? നല്ല കൂട്ടുകാരായി. ബിക്കെയിം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, ബിക്കെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയി എന്നാണ്. ബിക്കെയിം ഫ്രണ്ട്സ്, കൂട്ടുകാരായി. ഓക്കെ, നല്ലൊരു കുഞ്ഞി കഥയായിരുന്നു അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഒരു പട്ടത്തിൻ്റെയും ഒരു കുഞ്ഞി കിളിയുടെയും കൊച്ചു കഥയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കൊച്ചു കഥയാണെങ്കിലും ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് പുതിയ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ കഥ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫേർട്ട് ഇല്ലാതെ, എന്താണ്, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു പോകുന്നതാണ്. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക. നമ്മൾ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് ലേൺ ഇംഗ്ലീഷ് ഡെയിലി എന്ന് നോക്കിയാൽ, എന്ന വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കാണുന്നതാണ്. സോ ഈ ഒരു കഥയിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ള വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൈറ്റ്, എന്താണ്? കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം. എ റെഡ് കൈറ്റിനെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ സ്റ്റോറിയിലെ. സോ കൈറ്റ് എന്താണ്? പട്ടം. സ്കൈ, ആകാശം. ട്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മരമാണല്ലേ? ട്രീ, മരത്തിലാണ്. ഈ ഒരു ട്രീയിലാണ് നമ്മുടെ ഈ ഒരു കൈറ്റ് കുടുങ്ങിപ്പോയത്.
സ്റ്റെക്കായിട്ടുള്ള കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ ഈ ഒരു കൈറ്റിനെ ആരാണ് രക്ഷിച്ചത്? ബേർഡ്, പക്ഷിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു മരത്തിൽ നമ്മുടെ പട്ടം കുടുങ്ങിപ്പോയത്? അതിശക്തിയായിട്ടുള്ള കാറ്റ് വീശിയപ്പോഴാണ് അല്ലേ? വിൻഡ്, അതിശക്തിയായിട്ടുള്ള വിൻഡ് വന്നപ്പോഴാണ്. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. അങ്ങനെ നമ്മുടെ ബേർഡ് കൈറ്റിനെ സഹായിച്ചപ്പോൾ അവർ നല്ല ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളായി. ഈ വേർഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്കിനി റിപ്പീറ്റ് ആയിട്ട് അടുത്ത കഥയിലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കഥയുടെ അർത്ഥം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ ഇനി ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കളർ വാസ് ദി കൈറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അർത്ഥം കിട്ടുന്നുണ്ടോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യത്തെ ചോദ്യം, വാട്ട് കളർ, ഏത് നിറമാണ്? വാട്ട് കളർ വാസ് ദി കൈറ്റ്, ഏത് നിറമായിരുന്നു പട്ടം? പട്ടത്തിന് ഏത് നിറമായിരുന്നു? എ റെഡ് കൈറ്റ് എന്നാണ് അല്ലേ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ റെഡ് എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദി കൈറ്റ് ഗെറ്റ് സ്റ്റക്ക്? അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വേർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ എവിടെ എന്നാണ്. വേർ ഡിഡ് ദ കൈറ്റ് ഗെറ്റ് സ്റ്റക്ക്? എവിടെയാണ് നമ്മുടെ പട്ടം സ്റ്റെക്കായി പോയത്? എവിടെയാണ്? മരത്തിലാണ് അല്ലേ? മരത്തിന് എന്താണ് ഇംഗ്ലീഷ്? ട്രീ. ഇൻ ദി ട്രീ, മരത്തിലാണ് നമ്മുടെ കൈറ്റ് സ്റ്റെക്കായിട്ടുള്ളത്. മൂന്നാമത്തത്, ഹൂ ഹെൽപ്ഡ് ദി കൈറ്റ്? ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ, ആര്? ഹൂ ഹെൽപ്ഡ്, ആര് സഹായിച്ചു? ദ കൈറ്റ്, ഹൂ ഹെൽപ്ഡ് ദി കൈറ്റ്? ആരാണ് പട്ടത്തെ സഹായിച്ചത്? ദ ബേർഡ് അല്ലേ? അല്ലെങ്കിൽ എ ലിറ്റിൽ ബേർഡ്, ഒരു കുഞ്ഞി കിളിയാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ദേ ഹാപ്പി അറ്റ് ദി എൻഡ്? വേർ ദേ, അവർ ആയിരുന്നോ? ഹാപ്പി അറ്റ് ദി എൻഡ്, അവസാനത്തിൽ അവർ സന്തോഷത്തിലായിരുന്നോ? യെസ്, അതെ അല്ലേ? ദേ വേർ ഹാപ്പി, അവർ സന്തോഷത്തിലായിരുന്നു. നമ്മുടെ കഥയുടെ അവസാനം എന്താണ്? നമ്മുടെ പട്ടവും ബേർഡും വളരെ സന്തോഷത്തിലായിരുന്നു അല്ലേ? സോ നമുക്ക് യെസ് എന്ന് ആൻസർ കൊടുക്കാം. ഒരു 4 ക്വസ്റ്റ്യൻ വായിച്ചതിലൂടെ നിങ്ങൾ എത്ര വേർഡ്സ് പഠിച്ചു എന്നറിയോ? നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നതാണ് വാട്ട്, വേർ, ഹൂ എന്നൊക്കെ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങളിത് സ്ഥിരം എന്തായാലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മെയിൻ വേർഡ്സ് ആണ് ഇതൊക്കെ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് കളർ, ഏത് നിറം. വേർ, എവിടെ. ഹൂ, ആര്. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ജസ്റ്റ് 8 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങളിത് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണമേ. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായിട്ട് അറിയിക്കുക. ഫസ്റ്റ് അയക്കുന്ന കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി കൂടെ കൂടുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.